ഓഡിറ്റ് റിപ്പോർട്ട് വിവാദത്തിൽ വിശദീകരണവുമായി കളമശ്ശേരി നഗരസഭ രംഗത്ത് വന്നു. സർക്കാരിന്റെ കെ സ്മാർട്ട് ആപ്പിലെ തകരാറാണ് ഈ വിവാദത്തിന് പിന്നിൽ. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ മുന്നൊരുക്കങ്ങളോ പരിശീലനമോ നൽകാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല. റിപ്പോർട്ട് നഗരസഭയെ അപമാനിക്കുന്നതും കൗൺസിലേഴ്സിനെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും ഭരണപക്ഷം കുറ്റപ്പെടുത്തി. ഇതാണ് പുതിയ കെ സ്മാർട്ട്. ഇന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് ട്രെയിനിങ് കൊടുത്ത് ജീവനക്കാരെ പഠിപ്പിക്കണം. അപ്പോൾ ആ പഠിപ്പിക്കുമ്പോൾ ഇവർ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്ന മിസ്റ്റേക്ക് കണ്ടുപിടിക്കും, പോസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. 1.5 കൊല്ലമായിട്ട് ഇവിടെയല്ല, എല്ലാ മുനിസിപ്പാലിറ്റിയിലും. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, പ്രൈം ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പറയൂ. 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. തൃക്കാക്കര നഗരസഭയിലും ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് കളമശ്ശേരി നഗരസഭയിലും ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയത്. 2.03 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല എന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ നിർണായകമായ കണ്ടെത്തലുണ്ടായത്. ഇതിനകത്ത് SBT ബാങ്കിലേക്ക് ഉൾപ്പെടെയുള്ള ഫെഡറൽ ബാങ്കിലേക്ക് ഉൾപ്പെടെയുള്ള 2.03 കോടി രൂപയാണ് ക്രെഡിറ്റ് ആകാത്തതായിരുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ആദ്യഘട്ടത്തിലൊക്കെ ഈ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായ ഒരു വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലേക്ക് പണം ക്രെഡിറ്റ് ആകാത്തതിന് കാരണം എന്താണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി കളമശ്ശേരി നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭ ചെയർപേഴ്സണൊപ്പം തന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗവും കളമശ്ശേരി നഗരസഭ കൌൺസിലറുമായിട്ടുള്ള ജമാൽ മണക്കാടൻ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി. തങ്ങളെ അപകീർത്തിപ്പെടുത്താനും കൌൺസിലറിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ് ഇത്തരത്തിലേക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെ സ്മാർട്ട് ആപ്പ് കൃത്യമായി ഉപയോഗിക്കാത്തതാണ് ഇതിന് പിന്നിലുള്ള കാര്യമെന്നും ഉദ്യോഗസ്ഥർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകാത്തതുമാണ് ഇത്തരത്തിലേക്കുള്ള ഓഡിറ്റ് റിപ്പോർട്ട് വന്നതെന്നും ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമായും വ്യാജമാണെന്നും തങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നുമാണ് ഇപ്പോൾ കളമശ്ശേരി നഗരസഭ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ തൃക്കാക്കര നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു. തൃക്കാക്കര നഗരസഭ പിന്നീട് ഒരു വിശദീകരണം അടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കളമശ്ശേരി നഗരസഭയുടെ ഇത്തരത്തിലുള്ള വിശദീകരണം ഉണ്ടാകുന്നു. എന്തായാലും ഈ UDF ഭരിക്കുന്ന 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അഴിമതി ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ജനകീയ പ്രതിഷേധം അടക്കം സംഘടിപ്പിക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് കളമശ്ശേരി നഗരസഭയും വ്യക്തമാക്കുന്നു. താങ്ക് യു YS അഭിനന്ദ്.